Hi friends, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെഡ് വെൽവെറ്റ് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഓവൻ ഇല്ലാതെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അതുപോലെ ഇതിൽ ക്രീം ചീസിന്റെ ഫ്രോസ്റ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈസി ആയിട്ടുള്ള ഡെക്കറേഷനുമാണ്. ഫുൾ ആയിട്ട് ഈ കേക്ക് കവർ ചെയ്തെടുത്തിട്ടില്ല. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ റെഡ് വെൽവെറ്റ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഹംലൂസ് കിച്ചൺ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണോട് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട്. ചൂടൊന്നും ഇല്ലാതെ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. ബട്ടർമിൽക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. വിനാഗിരിക്ക് പകരമായിട്ട് ഒരു സ്പൂണ് തൈര് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരരിപ്പ് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല. 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള ഒരു കൊക്കോ പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ ഇത് ഞാൻ 1/2 ടീസ്പൂണിൻ്റെ അളവിലുള്ള സ്പൂണിലാണ് അളന്നിട്ടുള്ളത്. അതുകൊണ്ട് 2 പ്രാവശ്യം ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂണാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടൂ. കൊക്കോ പൗഡറിലൊക്കെ കട്ടയുണ്ടാവും. അതൊക്കെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ 1 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 തവണ കൂടി അരിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കൊക്കോ പൗഡർ ചേർക്കുമ്പോഴും കൂടിപ്പോകാതെ നോക്കണം. കാരണം ഇതിലേക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ ആ കേക്കിൻ്റെ ഒരു റെഡ് കളർ നന്നായിട്ട് കിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും 1 സ്പൂൺ മാത്രമേ ഈ 1 കപ്പ് മൈദയിലേക്ക് കൊക്കോ പൗഡർ ചേർക്കാവൂ. 1 ടീസ്പൂൺ മാത്രം. അപ്പോൾ ഇത് ഞാൻ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര പൊടിച്ചതെടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. 3 മുട്ട വേണം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വാനില ഫ്ലേവറിലുള്ള വാനില പൗഡറാണ് ചേർത്തിട്ടുള്ളത്. വാനില എസൻസ് ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഈ പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചിട്ടാണ് 1 കപ്പ് വേണ്ടത്. പഞ്ചസാര എല്ലാം ചേർത്തിട്ട് ഇത് ഹൈ സ്പീഡിലിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർ മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഈ മുട്ടയും പഞ്ചസാരയും കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ അടിച്ചെടുത്താൽ നന്നായിട്ട് പതഞ്ഞ് കിട്ടും. ഇപ്പം മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബട്ടർമിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർമിൽക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഇട്ടങ്ങ് ബീറ്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ ഈ കേക്കിലേക്ക്. അപ്പോൾ ഓയിൽ വേണ്ടാത്തവരാണെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് 2 സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ലിക്വിഡ് കളറും ജെൽ ഫുഡ് കളറും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ ലിക്വിഡ് ഫുഡ് കളറും ഒരു 2-3 തുള്ളി ജെൽ ഫുഡ് കളറും ചേർത്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം നല്ല കളർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു കളർ ഉണ്ടാവും. നല്ല ഒരു റെഡ് കളറിൽ കിട്ടുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഒരുപാടിട്ട് ബീറ്റ് ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ കേക്ക് സോഫ്റ്റായിട്ട് കിട്ടില്ല. ഇപ്പോൾ മൈദ എല്ലാം ചേർത്തിട്ടുണ്ട്.
കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓവനിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്തെടുത്താൽ മതി. കളർ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു 2 ഡ്രോപ്പ് ജെൽ ഫുഡ് കളർ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഓയിലൊന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ബട്ടർ പേപ്പറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് ഒക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും. ഇല്ലെങ്കിൽ കേക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ഹോളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ബേക്ക് ചെയ്യാനായിട്ട് ഈ പാത്രം നന്നായിട്ട് പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഇറക്കി വെക്കാം. ഇതിനി മീഡിയത്തിനും ലോ ഫ്ലെയിമിനും ഇടയ്ക്കായിട്ട് വെച്ചിട്ട് ഒരു 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. 40 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ ഓവനിലാണെങ്കിലും 45 മിനിറ്റ് മതിയാവും. അപ്പോൾ ഇത് കറക്റ്റ് 45 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുമുണ്ട്. നല്ലപോലെ ബേക്കായിട്ടുണ്ട്. സ്ക്യൂവർ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ടാണ് സ്ക്യൂവർ വന്നിട്ടുള്ളത്. ഇനി ഇത് തണുക്കാനായിട്ട് വയ്ക്കാം. കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒരു കത്തി കൊണ്ട് ഇങ്ങനെ സൈഡിലൂടെ ഒന്ന് ഓടിച്ചിട്ട് ഇത് ചൂട് പോകാനായിട്ട് ഒരു വയറാക്കിൻ്റെ മുകളിലേക്ക് വെക്കണം. ഇല്ലെങ്കിൽ ഇതിൽ ഈർപ്പം നിന്നിട്ട് ഒരു കേക്കിനൊരു നനവ് പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചൊന്ന് ചൂട് പോയിട്ടുണ്ട്. ഞാനിത് രാത്രിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. രാവിലെയാണ് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ കേക്ക് നന്നായിട്ട് തന്നെ തണുത്തിട്ട് കിട്ടും. നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. കേക്കൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ട് ഞാൻ 150 ഗ്രാം ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രീം ചീസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2-3 സ്പൂൺ ഐസിങ് ഷുഗർ ചേർത്തിട്ടുണ്ട്. അത് മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീം ചീസ് റൂം ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാൻ പറ്റൂ. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാനായിട്ട് ഒരു 1/4 കപ്പ് വെള്ളം, ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു ഷീറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറിലേക്കോ ഒഴിച്ചിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഞാൻ ഇതേപോലുള്ള ഒരു ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കുറച്ചൊന്ന് നിരത്തി കൊടുക്കാം. ഇതിപ്പോൾ ബർത്ത്ഡേക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നിങ്ങൾക്ക് എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ എഴുതി കൊടുക്കാം. കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഞാനിതൊരു സ്ക്വയർ ഷേപ്പിലാണ് എടുക്കുന്നത്. കേക്ക് ഇനി ഇതിൻ്റെ സൈഡും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ബ്രൗൺ കളറിലുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഫുള്ളായിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ ഈ ബ്രൗൺ കളറൊന്നും കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഞാനപ്പോൾ ഇത് എല്ലാം ക്രീം ചീസിൻ്റെ ഫ്രോസ്റ്റിംഗ് എല്ലായിടത്തും കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ 2-3 രീതിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.
വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത് ക്രീം ചീസ് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതിലേക്ക് കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ആദ്യം കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ, എന്നിട്ട് ബാക്കിയുള്ളതൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സിയിൽ വിപ്പിംഗ് ക്രീം റെഡിയാക്കുന്ന വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബട്ടറും ഹെവി ക്രീമും ഇല്ലാതെ വിപ്പിംഗ് ക്രീം റെഡിയാക്കുന്നതും ചെയ്തിട്ടുണ്ട്, നെയ്യ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമും ക്രീം ചീസും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ കേക്ക് ഞാൻ 3ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്കെല്ലാം ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റാറിൻ്റെ നോസിലാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നോസിലില്ലാത്തവർ അല്ലാതെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഈ ക്രീം ചീസിൻ്റെ ഫ്രോസ്റ്റിങ് ചേർത്തിട്ട് വെറുതെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നോസിലുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അപ്പോൾ വേറൊരു ഭംഗിയായിരിക്കും. അപ്പോൾ 2 ലെയറിലെ കേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിലും നന്നായിട്ടൊന്ന് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 3ാമത്തെ ലെയറിൻ്റെ കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി മുകളിലും ക്രീം പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ ഒന്നുകൂടി ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ സെറ്റാവാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിങ്ക് കളറിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതേപോലെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നോ എന്താണെന്ന് വെച്ചാൽ എഴുതി കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് വെക്കാനായിട്ട് ഞാനൊരു റോസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഈ താഴ്ഭാഗം തണ്ടിൻ്റെ ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റാപ്പ് ചുറ്റി കൊടുത്തിട്ട് വെക്കാം. ഞാനിപ്പോൾ വീട്ടിലേക്ക് ആയതുകൊണ്ട് അതൊന്നും ചെയ്തിട്ടില്ല. ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചോക്ലേറ്റും അതിൻ്റെ സെൻറ്ററിലായിട്ട് കുത്തി വെച്ചിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു റെഡ് കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടിയുടെ ആ റെഡ് കളറിലുള്ളതാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിനി നന്നായിട്ട് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹംലൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.